പിന്നെ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസിനകത്ത് ഇങ്ങനെ ഞാൻ ഇടിച്ചു തെറിപ്പിച്ചൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഇങ്ങനെ കൊടുക്കുന്ന കണ്ടു. അതൊരു നല്ല ഇതല്ല. കാരണം ഇന്നലെയും മിനിങ്ങാന്നും ഒക്കെ നമ്മൾ നന്നായിട്ട് എന്നെ കൊണ്ട് ആഘോഷിച്ചതാണല്ലോ. രാവിലെ 6 മണി 6:15 കഴിഞ്ഞപ്പോഴാണല്ലോ 6:15 ഞാൻ ഷട്ടിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. ആ സമയത്ത് എൻ്റെ മുമ്പിലോട്ട് വന്ന് നിന്നപ്പോൾ എൻ്റെ കൈയൊന്നും തെറ്റി എന്നുള്ളതും ഞാൻ പെട്ടെന്ന് തന്നെ സോറി പറഞ്ഞെന്നുള്ളതും നിങ്ങളൊക്കെ കണ്ടതാണ്. പക്ഷെ ഏഷ്യാനെറ്റ് മാത്രം പറഞ്ഞു തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി എന്നൊക്കെ പറഞ്ഞു. അതൊരു മാധ്യമ പ്രവർത്തനത്തില് ഇങ്ങനെയൊക്കെ വേണോ? അതൊരു നല്ല രീതിയല്ലല്ലോ. അതൊരു നല്ല രീതിയൊന്നുമല്ല. കാരണം അങ്ങനെ തട്ടിത്തെറിപ്പിച്ച് പോയി എന്നൊക്കെ പറഞ്ഞൊരു വാർത്ത, അപ്പൊ അതൊരു ഏറ്റെടുത്തിട്ട് ചില വർത്താനങ്ങൾ, അതൊക്കെ ഒരു നല്ല രീതിയല്ല. വാർത്തയൊക്കെ കൊടുത്തു, ശത്രുവൊന്നുമല്ലല്ലോ ഞാൻ. ഏഷ്യാനെറ്റിന്റെ ശത്രുവല്ല ഞാൻ, ഏഷ്യാനെറ്റിന്റെ ശത്രുവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിന്റെ ശത്രുവൊന്നും അല്ലല്ലോ. അങ്ങനെ കൊടുത്തു ഒട്ടും ശരിയായില്ല. പിന്നെ ഇപ്പൊ കൊണ്ടുവച്ചിട്ടുണ്ട്, ഞാനത് കാണാഞ്ഞിട്ടല്ല, എടുത്ത് താഴെ വെച്ചിട്ട് സംസാരിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചതാണ്. ഇനിയും ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാൽ ഏഷ്യാനെറ്റിന് അത് ചിലപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാനൊക്കെ 10-52 വർഷമായി. ചാനലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പാർട്ടി പ്രവർത്തനം ആരംഭിച്ചതാണ്. ഏതെങ്കിലും ഒരു മാധ്യമത്തിന്റെ ദയാദാക്ഷിണ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുളച്ചു വന്ന ഒരു കുമളയാണെന്നുള്ള ധാരണ ആർക്കും വേണ്ട. ഏഷ്യാനെറ്റിന്റെ കാര്യത്തിൽ പറയുകയാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ടൊന്നും എൻ്റെ ഇവിടുത്തെ ജനങ്ങളുടെ അറിവോ അല്ലെങ്കിൽ എന്നെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടോ ഒന്നും മാറുമെന്ന് തിരിക്കുന്നു. ഏഷ്യാനെറ്റ് കാണിച്ച വളരെ മോശമായിപ്പോയി. കൈ ഒന്ന് വിട്ടപ്പോൾ ഞാൻ അപ്പം തന്നെ ബ്രേക്ക് പിടിച്ചു. ഞാൻ എല്ലാവരും നിൽക്കുമ്പോഴല്ലേ സോറി പറഞ്ഞിട്ട് പോയത്. എവിടെ റിപ്പോർട്ടറിന്റെ ആളെവിടെ? റിപ്പോർട്ടറിന്റെ ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ സോറി പറഞ്ഞില്ലേ? അപ്പോൾ ഉടനെ ഏഷ്യാനെറ്റ് പറഞ്ഞ് തട്ടിത്തെറിപ്പിച്ചിട്ട് പോയെന്ന്. എവിടെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോയെന്നാണ്? അതൊന്നും ഏഷ്യാനെറ്റ് വളർന്നിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങൾക്ക് ഏതെങ്കിലും മുതലാളി ഉണ്ടെങ്കിൽ ആ മുതലാളിയുടെ താല്പര്യം സംരക്ഷിക്കാൻ പൊക്കോണം. എന്റെ പേര് കുതിരകയറാൻ വരണ്ട. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ വാർത്ത ഞാൻ കണ്ടിട്ടല്ലേ പറയുന്നത് തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി എന്നൊക്കെ. കലിപ്പാണെന്നൊക്കെ പറയുന്നത് ശ്രീകണ്ഠൻ നായർ പറയുന്നത് കേട്ടല്ലോ. അല്ല, അത് കലിപ്പായിട്ടാണ് പോയതെന്ന് മറ്റേ ശ്രീകണ്ഠൻ നായരുടെ എന്തോ 24 അദ്ദേഹം പറയുന്നത് കേട്ടു. അപ്പോ ഏഷ്യാനെറ്റ് പറഞ്ഞു ഇങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി. വളരെ മോശം.